തിരുവനന്തപുരം നെടുമങ്ങാട് ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മയുടെ ആദ്യ പ്രതികരണം ജനം ടിവിക്ക്. വിതുമ്പലോടെയാണ് അമ്മ നിരഞ്ജന ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചത്. അതേസമയം കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രമായി ഒതുക്കി. കുടുംബത്തിൻ്റെ ഒപ്പം സമരം നയിക്കുകയാണ് BJP. കോൺഗ്രസ് പ്രവർത്തകരും സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അമ്മയുടെ പ്രതികരണം ആ ദൃശ്യങ്ങളിലേക്ക്. എന്താ പറ്റിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, നമുക്ക് വിവരിക്കാനാവാത്ത സങ്കടത്തിലാണ് ആ കുടുംബം. നവജാത ശിശു മരിച്ചിരിക്കുന്നു. ഡോക്ടറുടെ കടുത്ത അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന വ്യക്തമാണ്. എന്നിട്ടും ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രമായി ഒതുക്കുകയാണ്. ഈ ഡോക്ടർക്കെതിരെ ഇതിനു മുമ്പും പരാതി വന്നിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്ന ഡോക്ടറാണ് എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. അതുമാത്രമല്ല, വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയുടെ കുഞ്ഞാണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആരോഗ്യ കേരളം എന്ന ആരോഗ്യമന്ത്രി തൻ്റെ ഓരോ വേദികളിലും ഉറക്കെ പറയുമ്പോഴാണ് തലസ്ഥാന ജില്ലയിൽ ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കടുത്ത അനാസ്ഥ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്ക് മുമ്പിൽ ഇപ്പോഴും തുടരുന്നത്. അങ്ങനെയല്ലേ ദിസ്ന സുരേഷ്? തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആ പ്രതികരണം മുഴുവനായി നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായി പറഞ്ഞാൽ നവജാത ശിശു മരിച്ച ഒരു അമ്മയുടെ വേദനയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമാണ് നമ്മൾ ചോദിച്ചത്. അതിനുള്ളൊരു പ്രതികരണം മാത്രമാണ് നിരഞ്ജന ആദ്യമായി നൽകിയിട്ടുള്ളത്. അതായത് ഡോക്ടറുടെ അനാസ്ഥ, എൻ്റെ കുഞ്ഞു മരിച്ചു എന്ന് തന്നെയാണ് ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നത്. എന്തായാലും ആ അമ്മയുടെ മാനസികാവസ്ഥ വിവരിക്കാൻ കഴിയാത്തതാണ് വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഗവൺമെൻറ് മുഖം രക്ഷിക്കുവാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇപ്പോഴും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ്. ആ പ്രതിഷേധം അവർ പ്രധാനമായും പറയുന്നത് ആ കുട്ടിയെ, അതായത് കൃത്യമായ ഒരു നടപടി എടുക്കാതെ അവർ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. കുടുംബം തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറില്ല എന്നത് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞു മരിച്ചിട്ട് 24 മണിക്കൂർ പൂർത്തിയാവാൻ പോവുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായ നടപടിയില്ലാതെ അതിന് സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ കുടുംബം നിൽക്കുന്നു. അതിനുള്ള പ്രധാന കാരണം അവർ പറയുന്നത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. 5 വർഷത്തിനിടയിൽ ഈ ഡോക്ടർക്കെതിരെ നിരവധി പരാതി വന്നു. നമ്മൾ നേരത്തെയും കണ്ടതാണ് സൽമാൻ എന്നൊരു യുവാവിൻ്റെ പരാതി. വാർഡിൽ അവരുടെ ഭാര്യ പ്രസവിക്കേണ്ടി വന്ന അവസ്ഥ. ആ മാനസികാവസ്ഥയിൽ നിന്നൊക്കെ കരകയറാൻ കുറേ സമയമെടുത്തു എന്ന് തന്നെയാണ് സൽമാനും വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നു. 10,000 രൂപയാണ് ഈ പ്രസവത്തിന് ആ ഡോക്ടർ വാങ്ങിയത്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഡോക്ടർക്കെതിരെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ പോലും യാതൊരു തരത്തിലുള്ള നടപടി എടുക്കാൻ ആശുപത്രി അധികൃതർ ഇതിനു മുൻപ് അല്ലെങ്കിൽ ഗവൺമെന്റോ ഇതിനു മുൻപ് തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഈ പ്രതിഷേധം കനക്കുകയാണ്. അതിനിടയിലാണ് ഈ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏറെ വേദനയോടുകൂടിയല്ലാതെ നമുക്ക് ആ പ്രതികരണം കാണാൻ കഴിയില്ല വിനോദ്.